കുറച്ച് തേങ്ങാവെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് തലേന്നാൾ തന്നെ വെക്കുക. അളവ് പാത്രത്തിന് 2 പാത്രം അരി എടുക്കുക. നന്നായി കഴുകി 4 മണിക്കൂർ പൊതിരാൻ വെക്കുക. പൊതിർന്ന അരിയും കുറച്ച് തേങ്ങയും കുറച്ച് ചോറും തേങ്ങാവെള്ളവും ചേർത്ത് നല്ല പാങ്ങിൽ അരച്ചെടുക്കുക. അരച്ച അരി ഒരു പാത്രത്തിലാക്കി ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കുക. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ നല്ല പാങ്ങിൽ പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഹായ്, നമ്മുടെ ഇഡ്ഡലി മാവൊന്ന് നോക്കിയേ. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. നമ്മുടെ തട്ട് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വന്ന് നോക്കാം. ദേ നമ്മുടെ ഇഡ്ഡലി തയ്യാറായല്ലോ. നല്ല പാങ്ങിൽ വന്ന് പൊട്ടിയിട്ടുണ്ട്. നന്നായി തണിഞ്ഞതിന് ശേഷം കൈ കൊണ്ട് തന്നെ അടർത്തി നോക്കാം. ദാ അടർത്താൻ സ്പൂണിൻ്റെ പോലും ആവശ്യമില്ല. ദാ നല്ല സോഫ്റ്റ് ഇഡ്ഡലി റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.